ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ അവസരത്തിൽ നമ്മളിവിടെ ചില കോമ്പറ്റീഷൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേറെ വേറെ ടീമുകൾ രൂപീകരിച്ച് കോമ്പറ്റീഷനുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഏത് ടീമാണോ ജയിക്കുന്നത് അവർക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ട്രോഫി കിട്ടുന്നതാണ്, ഗിഫ്റ്റ് ഹാമ്പേഴ്സും കിട്ടുന്നതാണ്. എന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഗുലുമാൽ ഒപ്പിച്ചിട്ടുണ്ടടാ. ഇപ്രാവശ്യം നിങ്ങളെ ജയിപ്പിക്കാനല്ലടാ, പങ്കെടുപ്പിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ലടാ. സാർ, ഒരു കാര്യമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഓരോ ഗ്രൂപ്പിലും വെറും 4 മെമ്പേഴ്സേ ഉണ്ടായിരിക്കാവൂ. പപ്പി പറയുന്നത് 4 പറയുന്നത് ലക്കി നമ്പർ ആണെന്നാ. അപ്പൊ കോമ്പറ്റീഷൻ 4 പേരായി തുടങ്ങേണ്ടതാണ്. ഇനി നോക്കിക്കോ, ഗോപാലിന്റെയും മാധവിന്റെയും ഗ്യാങ് എങ്ങനെയാണ് ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോലെ ഞാൻ നോക്കട്ടെ. ഒരുത്തന്റെ ടീമിൽ 2 പേരേ ഉള്ളൂ, മറ്റവന്റെ ടീമില് 3 പേരേ ഉള്ളൂ. അഥവാ ഇവര് ഒന്നിച്ച് ചേർന്നാല് അപ്പൊ 5 മെമ്പേഴ്സ് ആയി പോകും. 4 മെമ്പേഴ്സ് മാത്രമേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ 2 ടീം മെമ്പേഴ്സിന് ഞാൻ അങ്ങോട്ട് പോവും. ലാസ്റ്റ് മിനിറ്റില് ഇപ്പൊ നമ്മൾ ഒരു ടീംമേറ്റിനെ എങ്ങനെ കണ്ടെത്തും? എടാ ഡിസ്റ്റിങ്ഷൻ, നിനക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലൊന്നും എന്താടാ കുഴപ്പം? ആദ്യം എക്സാംസിന് ഡിസ്റ്റിങ്ഷൻ കിട്ടണ്ടേ, ബാക്കി പിന്നെ നോക്കാം. എടാ ജക്കു, ഞങ്ങളുടെ ടീം ജോയിൻ ആയി. നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കും. ഇതിൽ വിജയിക്കുന്നത് ഞാനായിരിക്കും, പക്ഷെ ജയിക്കുന്നത് എന്റെ ടീമിന്റെ കൂടെ ആയിരിക്കും. ഗോപാൽ പിന്നെ മാധവന്റെ ടീം ഇതുവരെ ശരിയായിട്ടില്ല. കാണുമ്പോ തന്നെ എനിക്ക് സന്തോഷം തോന്നുന്നു. ഗോപു, സമയം അല്പം മോശമാണെങ്കിൽ ശത്രുവ് പോലും നമ്മൾ മിത്രമാക്കണമെന്നാണ്. മാധവ്, വിശപ്പ് കൂടിപ്പോയാൽ സിംഹമായാലും പുല്ല് തിന്നേ പറ്റൂ. ഞാൻ ആലോചിക്കുന്നത് തന്നെയാണോ നിങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിന്റെ ടീമിലേക്ക് എപ്പോ വരുമെന്നാ. എന്റെ ലക്ഷ്മണൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് നിന്റെ ടീമിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ഔട്ട് ആക്കിയേ മതിയാകൂ. പറ്റില്ല, അത് ഞങ്ങൾ ചെയ്യൂല. അതൊക്കെ സംഭവിക്കാൻ നടക്കുന്നേ. എനിക്ക് സമ്മതം. എന്റെ ലക്ഷ്മൺ ടീമിൽ നിന്ന് ഔട്ട് ആയിക്കോളും. ഒരു ഗിഫ്റ്റ് ഹാമ്പറിന് വേണ്ടിട്ട് കൂട്ടുകാരനെ ടീമിൽ നിന്ന് പുറത്താക്കില്ലേ? എടാ, മെലോഡ്രാമ ഒന്ന് നിർത്ത്. ചാൻസ് കിട്ടുമ്പോ ഞാൻ അവന്റെ ടീമിലെ ലക്ഷ്മണനെ പുറത്താക്കും. പിന്നെ എന്റെ പ്രിയപ്പെട്ട ലക്ഷ്മണന്, അതായത് നിന്നെ ടീമിന്റെ അകത്തേക്ക് കൊണ്ടുവരുമല്ലോ. സത്യം പറയണോ? എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേടാ, ഒരു കുഴപ്പമില്ല. എന്താ നീ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങളുടെ ടീമിൽ പ്രോബ്ലം ഒന്നുമില്ല. എല്ലാം ഓക്കെയാണ്. ഗോപു, ഒരു 2 മിനിറ്റ്, ഞാൻ ബസ് അടിച്ചിട്ട് വന്നേക്കാം. ഞാനും പോയിട്ട് വരാവേ. അടിക്കാൻ വന്നു കഴിഞ്ഞു, പക്ഷെ നീ പുറത്തേക്ക് വരില്ല. ഈ ലക്ഷ്മണനെ ഞാൻ ടീമിൽ നിന്നും ഓൾറെഡി പുറത്താക്കി കഴിഞ്ഞു. ഓക്കെ സ്റ്റുഡൻസ്, ഇപ്പോ ഗെയിംസ് തുടങ്ങാൻ പോവുകയാണ്. എല്ലാ ടീമുകളും സ്റ്റേജിനടുത്തേക്ക് ഉടനെ വരണം. അല്ല, ലക്ഷ്മൺ എന്താ ഇത്ര നേരമായിട്ടും വരാത്തത്? ഗോപു, നിന്റെ ലക്ഷ്മൺ എന്തുമാത്രം ഇറസ്പോൺസിബിൾ ആണെന്ന് കണ്ടില്ലേ? ഇങ്ങനെ പോയാൽ നമ്മുടെ ടീം തോറ്റു പോകും. ഇങ്ങോട്ട് നോക്ക്, എന്റെ ലക്ഷ്മൺ റെഡിയാണ്. അവനെ നമുക്ക് ടീമിനകത്തേക്ക് എടുക്കാം. ഇപ്പൊ അവനല്ലാതെ നമ്മുടെ ടീമിലേക്ക് നമുക്ക് വേറെ ആരെയും കൊണ്ടുവരാൻ തന്നെ പറ്റില്ല. അല്ല, അത് പിന്നെ ഒന്നുമില്ല. നീ വേഗം ഇങ്ങോട്ട് വാ, നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി. ഗോപാലും മാധവനും ഒരൊറ്റ ടീമായി മാറിയെന്നു. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്മാർ ഒറ്റ ടീമായി മാറിയാലും എനിക്കൊരു ചുക്കുമില്ല. ഇവന്മാര് മറ്റു ടീമിനെ തോൽപ്പിക്കില്ല. കാരണം ഇവന്മാര് തമ്മിൽ തന്നെ ഈ ടീമിൽ നിന്ന് അവര് തന്നെ പുറത്താകുമല്ലോ. ആദ്യത്തെ ഗെയിമിൽ 4 പേരെയും ഒരു സർക്കിൾ ഷേപ്പിൽ കെട്ടിവരിഞ്ഞു വെക്കാൻ പോവുകയാണ്. അങ്ങനെ മറ്റുള്ളവരുടെ കൂടെ അവർ റേസിൽ പങ്കെടുക്കേണ്ടതാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്ലേസിൽ ആരാണ് വരുന്നത് അവർക്ക് മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഗോപു, നമ്മുടെ ടീമിനെ നീ എന്തിനാ ലീഡ് ചെയ്യുന്നത്? പിന്നെ ഒരു കാര്യം, നമ്മുടെ ടീമിൽ എന്റെ ഫ്രണ്ട്സ് കൂടുതലുണ്ട്. വേഗം ഓട്. ഞാനാണ് ലീഡ് ചെയ്യാൻ പോകുന്നത്. ഗോപാലും മാധവനും തമ്മിൽ തല്ലാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അവരെന്തായാലും മറ്റുള്ള ടീമിനെ തോൽപ്പിക്കുകയില്ല. അതേതായാലും കലക്കി. ഞാൻ ലീഡ് ചെയ്യും.
ഞാനാണ് ജയിപ്പിച്ചത്. സാർ, ഇതൊക്കെ ചീറ്റിംഗ് ആണ് സാർ. സാർ ഇവര് റേസിൽ ഓടുന്നതിന് പകരം ഡ്രമ്മിനെ പോലെ ഉരുണ്ട് ഫിനിഷ് ലൈനിൽ വന്നിരിക്കുകയാണ് സാർ. ഈ ടീമിനെ ഉടൻ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തേക്കണം സാർ. പക്ഷേ സാർ, റേസിൽ അതുപോലെ റൂളൊന്നും ഇല്ലല്ലോ. റോൾ ആയിരുന്നെന്ന് ആരും ഞങ്ങളോട് പറഞ്ഞില്ല. നീ ഇപ്പൊ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാ പപ്പി. കൂട്ടുകാർ ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത്. പക്ഷേ സാർ, ഇവന്മാര് ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ ചേട്ടാ, നിങ്ങൾ അടുത്ത ഗെയിമിന് ക്വാളിഫൈ ആയിരിക്കുകയാണ്. 2 ടീമുകളുണ്ട്, ടീം എ ആൻഡ് ടീം സി. നിർഭാഗ്യവശാൽ ടീം ബി ആൻഡ് ടീം ഡി ഗെയിമിൽ നിന്നും ഔട്ട് ആയിരിക്കുന്നു. ലക്ഷ്മണ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആരാടാ നിന്നെ ഇതിനകത്തിട്ട് ലോക്ക് ചെയ്തത്? വേറെ ആരായിരിക്കും? എല്ലാം മാധവന്റെ ചതിയാ. ഗോപു, നമ്മൾ അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. ഡോണ്ട് വറി ലക്ഷ്മൺ, നമുക്ക് അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കാം. അവന്മാരെ ഞാൻ ടോട്ടൽ സിലബസും പഠിപ്പിച്ചു കൊടുക്കും. ടോട്ടൽ സിലബസും. എന്റെ ബ്രില്യൻസ് കാരണമാണ് നമ്മൾ ഇന്ന് ജയിച്ചിരിക്കുന്നത്. വിജയത്തിന്റെ രുചി മധുരമാണടാ, മധുരം. ഗിഫ്റ്റ് ഹാമ്പറും ട്രോഫിയും നമുക്ക് മാത്രമാണല്ലേ. മാധവൻ, ലക്ഷ്മൺ, പിന്നെ ലക്കി. നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് നമ്പർ 1 ആണല്ലേ. നിനക്ക് ഞാനിപ്പോ വെച്ചിട്ടുണ്ടോടാ ലക്ഷ്മണ. സ്റ്റുഡൻസ്, അടുത്ത ഗെയിം തുടങ്ങാൻ പോവുകയാണ്. എല്ലാ ടീമുകളും സ്റ്റേജിന്റെ അടുത്തേക്ക് വരേണ്ടതാണ്. മാധവ, എനിക്ക് തോന്നുന്നത് എന്റെ വയറ്റിനകത്ത് ഒരു ഗെയിം തുടങ്ങിയെന്നാ തോന്നുന്നേ. എനിക്കിപ്പോ തന്നെ ടോയ്ലറ്റിലേക്ക് പോകണം. ഈ സമയത്താണോ ലക്ഷ്മണൻ ടോയ്ലറ്റിലേക്ക് പോകുന്നത്? നിന്റെ ലക്ഷ്മണനെ എത്ര ഇറസ്പോൺസിബിൾ ആണെന്ന് കണ്ടില്ലേ മാധവ? ഇങ്ങനെ പോയാൽ നമ്മുടെ ഗെയിം മിസ്സായി പോവും. ബട്ട് ഡോണ്ട് വറി, ആ ഇറസ്പോൺസിബിൾ ലക്ഷ്മണനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ റെസ്പോൺസിബിൾ ലക്ഷ്മണൻ കൂടെയുണ്ട്. ഈ ലക്ഷ്മണൻ എങ്ങനെ പുറത്തേക്ക് വന്നത്? നമ്മുടെ ഈ രണ്ടാമത്തെ ഗെയിമിൽ ക്വാളിഫയിങ് ടീംസ് ടീം സി ആൻഡ് ടീം എ ബലൂണുകൾ പൊട്ടിക്കേണ്ടതാണ്. കൊള്ളാം. ആരാണോ കൂടുതൽ ബലൂണുകൾ പൊട്ടിക്കുന്നത് അവരായിരിക്കും ജയിക്കുന്നത്. അത് കണ്ടോടാ, ഗോപാൽ എല്ലാ ബലൂണും പൊട്ടിക്കുകയാണ്. നിങ്ങൾ എല്ലാരും വേഗം ബലൂണുകൾ തകർക്ക്, അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. എല്ലാ ബലൂൺസ് ഇവ തന്നെ തനിച്ച് പൊട്ടിക്കാനാണെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ വായി നോക്കാൻ വന്നിരിക്കുകയാണ്? ഗോപാലിനോടാണല്ലേ നിന്റെ കളി. ഇപ്പൊ കാണിച്ചുതരാം. ബലൂണ് പൊട്ടുന്ന സൗണ്ട് കേട്ടാ തന്നെ എനിക്ക് പേടിയാവുന്നു. സാർ, ഇവന്മാര് വീണ്ടും ചീറ്റിംഗ് ചെയ്യാണ് സാർ. ഇവന്മാര് തമ്മിൽ തല്ലി ബലൂൺസ് എല്ലാം പൊട്ടിച്ചിരിക്കുകയാണ് സാർ. ആ ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യണം സാർ. പക്ഷേ അങ്ങനെയായിട്ട് സെപ്പറേറ്റ് റൂൾസ് ഒന്നും ഇല്ലല്ലോ സാറേ. താഴെ വീണ് ബലൂൺസ് പൊട്ടിക്കാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നീ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാ പപ്പി. അവർ ഫ്രണ്ട്സ് ആണ്. അവർ ബ്രില്യന്റ് ആയിട്ടാ കളിച്ചത്. പക്ഷേ സാർ, ഇവന്മാരാരും ഫ്രണ്ട്സ് അല്ല സാർ. അതാണ് സത്യം സാർ. ശരി ശരി, നമുക്കിനി നെക്സ്റ്റ് റൗണ്ട് നോക്കാം. അതിലാരാണോ ജയിക്കുന്നത് അവർക്ക് ട്രോഫി കിട്ടും, ഗിഫ്റ്റ് ഹാമ്പേഴ്സും കിട്ടും. അടുത്ത റൗണ്ടിൽ നിങ്ങൾ ജയിച്ചിട്ട് വേണ്ടടാ. മാധവ, ഗോപാൽ എന്റെ ജ്യൂസിൽ എന്തോ കളർന്നിട്ടുണ്ട്. അങ്ങനെയാണ് എന്റെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയത്. അങ്ങനെ എനിക്ക് ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. നിന്റെ മാധവൻ എന്റെ ടോയ്ലറ്റിന്റെ അകത്തിട്ട് പൂട്ടിയിട്ട കാര്യം ചോദിക്കേ. അങ്ങനെയാണ് ഞാനും ഗെയിമിൽ നിന്ന് ഔട്ടായി പോയത്. എന്തായാലും ശരി, എന്റെ ലക്ഷ്മണൻ ഇല്ലാതെ ഞാൻ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന പ്രശ്നമില്ല. അതേപോലെ ഞാനും എന്റെ ലക്ഷ്മണൻ ഇല്ലാതെ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒരിക്കലും കളിക്കില്ല. ഗോപാലും മാധവനും തമ്മിൽ ഇപ്പോ തെറ്റി പിരിഞ്ഞിരിക്കുകയാണ്.
സ്റ്റുഡൻസ്, ഈ ഫൈനൽ റൗണ്ടിൽ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോവുകയാണ്. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണമെന്നാണ്. അതുകൊണ്ട് ഫൈനൽ റൗണ്ടിൽ ഞാൻ ഒരു വൈൽഡ് കാർഡ് എൻട്രി കൊടുക്കാൻ പോവുകയാണ്. രണ്ട് ടീമുകൾക്കും അവരവരുടെ ടീമിലേക്ക് ഒരു പുതിയ മെമ്പറെ ചേർക്കാവുന്നതാണ്. അങ്ങനെ 5 മെമ്പർ ഉണ്ടായിരിക്കും. എന്റെ ടോട്ടൽ പ്ലാനും ഫ്ലോപ്പ് ആയി പോയല്ലോ. നമ്മുടെ ഫൈനൽ ഗെയിം ടഗ് ഓഫ് വാർ. ഏത് ടീം എതിർ ടീമിനെ ഈ സർക്കിൾ കടന്ന് അവരുടെ സ്ഥാനത്തേക്ക് വലിക്കുന്നുവോ അവരായിരിക്കും വിന്നേഴ്സ്. എനിക്ക് തോന്നുന്നു മാധവന്റെ ഗോപാലിന്റെ ഫ്രണ്ട്ഷിപ്പ് അത്രയ്ക്ക് സ്ട്രോങ് ഒന്നുമല്ല. നല്ലോണം വലിച്ചു പിടിക്കടാ, നമ്മുടെ നേർക്കൊന്ന് വലിച്ചു കൊണ്ടുപോവാ. എടാ ജഗ്ഗുനെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്താൻ നോക്കടാ. ഭയങ്കര വെയിറ്റ് ആയി അവൻ വലിക്കുന്നുണ്ടെങ്കിലേ അവനെ തടഞ്ഞു നിർത്താൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാകൂ. എന്താ ശരിയല്ലടാ മാധവ? നീ ഈ പറഞ്ഞത് വളരെ ശരിയാണ് ഗോപു. ആ ഇപ്പൊ അവന്മാരൊന്ന് വകവരുത്തിയിട്ടുണ്ട്. ബാക്കി കാര്യം എന്താ എന്ത് പറയുന്നു? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇവന്മാർ എന്തെങ്കിലും ഗുരുമല ഒപ്പിക്കുമെന്ന്. ഇപ്പൊ നമ്മുടെ എതിർ ടീമിനെ നമ്മൾ ഫ്ലോപ്പ് ആക്കാൻ പോവാ. എനിക്ക് ലോലിപോപ്പ് തിരിച്ചു തന്നേക്ക പപ്പി. ഇതല്ല ചീറ്റിംഗ് ആണ് സാർ. ലക്കി ചെയ്തത് വലിയ ചീറ്റിംഗ് ആണ് സാർ. അവ തനിച്ചാണ് കയറി പിടിച്ചു വലിച്ചത്. ആ ടീമിനെ ഉടനെ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യണം സാർ. ശ്ശെടാ, അങ്ങനെ ഒരു റൂൾസും ഇവിടെ ഇല്ല. കൊള്ളാം, കലക്കി. വീണ്ടും കുട്ടികളായ നിങ്ങൾ ടീം സ്പിരിറ്റോടുകൂടി ഒരു കാര്യം നിരൂപിച്ചിരിക്കുകയാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഗോപാലിനെയും മാധവിനെയും പോലെ ആയിരിക്കണം. ബ്രോ, ഒരുപക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരെയും കിട്ടിയില്ലായിരുന്നെങ്കിലേ നിനക്ക് ഈ ട്രോഫി കിട്ടില്ലായിരുന്നു. എടാ ഗോപു, പോടാ പോടാ, വിട്ടേച്ച് പോടാ. നിങ്ങൾ രണ്ടാൾക്കും ഞങ്ങൾ 3 പേരെ കിട്ടിയില്ലായിരുന്നെങ്കിലേ നിന്റെ കയ്യിലുള്ള ഗിഫ്റ്റ് നമ്പർ ഒരിക്കലും കിട്ടില്ലായിരുന്നു. മനസ്സിലായടാ? ഞങ്ങൾ